ഇപ്പം നായകളെ ചുമ്മാ കടിക്കുന്നുണ്ടല്ലോ, അതിനൊരു കാര്യം ഉണ്ടായിട്ട് പുറകിൽ. എന്തുകൊണ്ട് ഈ ഏറ്റവും ഇണങ്ങുന്നൊരു ജീവിയാണ് നായ, അല്ലേ? പണ്ട് ഇത്രയും നായ കടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഇപ്പോ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അത് നമുക്കെതിരെ തിരിയുന്നു. ഒരു വീഡിയോ കൊണ്ട് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടൊരു അമ്മ പോകുമ്പോൾ ആ കൊച്ചിനെ പൊക്കത്തിരിക്കുന്ന കൊച്ചിനെ ചാടിക്കടിച്ച് വല്ലാത്തൊരു വീഡിയോയായിരുന്നു. അതേമാതിരി ഒരു വയസ്സായ ഒരാൾ പോകുമ്പോൾ ചുമ്മാ പോവുക, ഓടിച്ചെന്ന് അയാൾ കടിക്കും. ഇങ്ങനെ ഒരുപാട് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ, ഇഷ്ടംപോലെ നടക്കുന്നു അവിടെ ഇവിടെ കണ്ടമാനം. എന്തുകൊണ്ട് ഇതിന് സംഭവിക്കും? ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടമാനം അക്രമം ചെയ്യുന്നവർ ഒരുപാടുണ്ട്, അല്ലേ? ഡ്രഗ് കഴിക്കുക, എന്താ ചെയ്യണേന്ന് അവർക്കറിയാൻ മേല. അച്ഛനെ മേമയും ഉപദ്രവിക്കുക, വെട്ടുക, തീ കൊളുത്തുക, സ്നേഹിച്ച പെണ്ണിനെ തീ കൊളുത്തുക, സ്നേഹിച്ച ആണിനെ ബ്രദർ പോയി വെട്ടിക്കൊല്ലുക, എന്ന് വേണ്ട എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല. അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ. സ്നേഹമൊന്നുമില്ല, അതൊന്നും സ്നേഹമല്ല. എല്ലാവരും അക്രമം കണ്ടമാനം ഉള്ളിലുണ്ടാകും. അത് ഇന്ന രീതിയിലൊന്നുമില്ല. ഏത് തരത്തിൽ വേണമെങ്കിൽ ഒരു ജീവനെ ഉപദ്രവിക്കാനും അതിനെ നശിപ്പിക്കാനും ഉള്ള ഒരു ചിന്ത ഉള്ളിൽ കണ്ടമാനം ഉണ്ടാവും. ഈ ചിന്തയോടുകൂടി അവർ മരിക്കുന്നു. വയസ്സാവുന്നവരെ ഇത് തന്നെയാണ്, ഇല്ലേ? പ്രായ വ്യത്യാസമൊന്നുമില്ല. 10-15 വയസ്സിന് മുമ്പ് തന്നെ അക്രമം തുടങ്ങി അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് ജീവിക്കുക, ഇല്ലേ? വലിയ വലിയ ഗ്യാങ്ങുകളാണല്ലോ, ഇപ്പോൾ ചെറുതല്ല. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം പറ്റി ഉടനെ അയാൾ ഫോൺ ചെയ്തു, അയാൾ വിളിച്ചു, നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും അവർ 10-15 പേര് കൂടി നമ്മളെ തല്ലി ശരിയായി. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാറിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരുത്തരം മുട്ടിയാലോ തട്ടിയാലോ ഒന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടാതെ പോവുകയാണെങ്കിൽ ജീവിച്ചു പോവാം. എന്തെങ്കിലും പറയാൻ പോയാൽ ഉടനെ വലിച്ചിറക്കും, നമ്മളെ തല്ലും കൊല്ലും. ഇങ്ങനെ ഒരുപാട് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഒന്നും മനസ്സ് മാറുന്നില്ല. ഇവര് ഇങ്ങനെ തന്നെയുള്ള ആൾക്കാർ പലരും മരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ആ ജീവന്റെ ഉള്ളിൽ എന്ത് വാസനയുള്ള? ഈ വാസനയാണ് നമ്മുടെ അടുത്ത ജന്മത്തിൽ നമ്മളെ നയിക്കുന്നത്. 3 കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത ജന്മത്തിലുണ്ടാവും. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ. ഈ ജന്മത്തിൽ സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അടുത്ത ജന്മം നമ്മൾ ജനിക്കും. അതുമാതിരി ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ഈ ജന്മത്തിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് പറ്റാതെ പോകും. അതൊന്നും. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മൾ ദുഷ്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ജനിക്കും, സത്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ജനിക്കും. രണ്ടും സമമാവുമ്പോൾ മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സുഖവും വരുന്നു, ദുഃഖവും വരുന്നു, മാറി മാറി മാറി. ഇപ്പോൾ രണ്ട് സമമാണ്. പാപം മാത്രം ചെയ്തവര്, ഏറ്റവും ദുഷ്ടചിന്തകളോടുകൂടി മാത്രം ഈ ഭൂമിയെ വിട്ടുപോയവര് സത്കർമ്മങ്ങൾ ചെയ്ത് കാണില്ല. മൊത്തം അധർമ്മം മാത്രം, കൊല്ലും കൊലയും. അവര് വൃക്ഷങ്ങളായിട്ടോ മൃഗങ്ങളായിട്ടോ ജനിക്കും. അവർക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഒരു പ്രത്യേക ജീവിതമാണ്. അത് ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് വിട്ടിരിക്കുക. ആ ഇൻബിൽറ്റിനകത്ത് എന്ത് വരും? ഈ പട്ടിയായിട്ട് ജനിക്കുന്നവൻ ആരായിരിക്കും? ഈ ജന്മത്തില് മനുഷ്യനായി ജീവിച്ച് ചീത്ത മാത്രം ചെയ്ത് കണ്ടവനെ മുഴുവൻ ഉപദ്രവിച്ച് അങ്ങനെ പോയ ജീവന്മാർ ഇതേമാതിരി ജനിക്കും. പിന്നെ ആ പട്ടിക്ക് സമാധാനം ഉണ്ടാവും. പട്ടിയായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും വിചാരം എപ്പോഴും? പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ വളർത്തുന്ന മൃഗങ്ങളൊക്കെ വളരെ സൗമ്യമായിരുന്നു. ഇപ്പം എല്ലാം എവിടെ നോക്കിയാലും കാണാം. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പ്രതികരിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്ര രഹസ്യം ഇതാണ്. വേദം പറയുന്നത് ഇതാണ്. ഇങ്ങനെയുള്ള ജീവന്മാർ വീണ്ടും ജനിക്കുമ്പോൾ ഇതുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?